എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വഴുതനങ്ങ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്. ഇത് ചോറിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കിട്ടലും കോമ്പിനേഷനാണ്. വഴുതനങ്ങ ചിലരെങ്കിലും കഴിക്കാത്തവർ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നും പോകരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 350-400 ഗ്രാമിൻ്റെ ഉള്ളിലുള്ള വഴുതനങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങയ്ക്ക് ഒരു കറയുണ്ടാവും, അത് പോകാനാണ് ഈ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് അതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലോട്ട് നമ്മളിത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ അതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എനിക്കിത് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക്. അപ്പോൾ പെട്ടെന്ന് കേട് വരാതിരിക്കാനായിട്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കുറവ് ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 10-20 ചെറിയ ഉള്ളിയും, പിന്നെ ഞാനിവിടെ ഒരു ചെറിയ സവാളയും, പിന്നെ ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചതും, 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും കൂടി ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചെറിയ ഉള്ളി കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയൊരു സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ പൊടിച്ചതാണ് കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ. പിന്നെ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളകിൻ്റെ പൊടി, ഫ്രഷ്, അതായത് നമ്മുടെ മുഴുവനായിട്ടുള്ള കുരുമുളക് പൊടിച്ചത് തന്നെ ആയിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാണ്ട് പൊടി വാങ്ങിയത് നമ്മളിതിലേക്ക് യൂസ് ചെയ്യരുത്. അപ്പോൾ അതൊക്കെ കൂടി ഈ പൊടിയുടെ പച്ചമണമൊക്കെ വിടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ വിട്ട ശേഷം അത് നല്ലൊരു മണം വരും. ആ ഒരു രീതി ആവുന്നവരെ വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ അതെല്ലാം വഴറ്റിയെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് പൊടിയൊക്കെ പച്ചമണം എല്ലാം വിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് വഴുതനങ്ങ, അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കേട്ടോ, വെള്ളത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് വെള്ളമൊക്കെ നന്നായി ഊറ്റിക്കളഞ്ഞ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മളിനി ഒട്ടും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. വഴുതനങ്ങയിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് കുഴഞ്ഞു കൂട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ, ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഹൈ ആക്കുക. ബാക്കിയെല്ലാം ഞാൻ ചെയ്തിരിക്കുന്ന ലോ ഫ്ലെയിമിലാണ് കേട്ടോ. പറയാനായിട്ട് ആദ്യം വിട്ടുപോയതാണ്. പിന്നെ ഈ ഒരു സമയത്ത് മാത്രം വഴുതനങ്ങയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ലോ ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഇവിടെ വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 3 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ വഴുതനങ്ങ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഇനി വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങനെ കുഴഞ്ഞ പരുവത്തിലാവും. അപ്പോൾ ഈ ഒരു ഇതാണ് കേട്ടോ പാകമായിട്ടുള്ളത്. അപ്പോൾ കണ്ട നമ്മുടെ വഴുതനയ്ക്ക് നന്നായിട്ട് അധികം കുഴഞ്ഞൊന്നും പോവാണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എരിവും ഉപ്പൊക്കെ നോക്കുക. പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം വീണ്ടും ലാസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റും കൂടി ഒന്ന് വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ലൊരു മണവും ആ കുരുമുളക് പൊടിയുടെ മണമൊക്കെ ടേസ്റ്റും ഫ്ലേവറൊക്കെ നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അത്. ചപ്പാത്തിക്കാണെങ്കിലും ഈവൻ പൂരിക്കാണെങ്കിൽ കൂടി നന്നായിട്ടുണ്ടാവും കഴിക്കാനായിട്ട്. ചോറിനുമൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. എരിവൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.